മെസ്സിയെ കണ്ട് നിങ്ങൾ വിസ്മയിച്ചിട്ടുണ്ടാകും, റൊണാൾഡോയെ കണ്ട് നിങ്ങൾ ഗൂസ് ബംസും അടിച്ചിട്ടുണ്ടാകും. ഇവർ ലോകം കീഴടക്കുന്നതിന് മുമ്പ് ലോകം തന്നെ തല കുനിച്ചത് ഒരാളുടെ മുന്നിലായിരുന്നു. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്, ദാറ്റ് ഈസ് ലെജൻഡറി കക്ക. സ്പോർട്സിൽ നിന്ന് ലീഡർഷിപ്പ് സ്റ്റോറി കേൾക്കാനായി നമ്മുടെ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബ്രസീലിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു റിക്കാർഡോ ഇ സിക്സൺ ഡസ് സാന്തോസ് ലീച്ചെ. ലോകം പിന്നിട്ട് വിളിച്ചത് ഒരു പേരിൽ മാത്രം, കക്ക. സൗ പൗളയിലെ തുടക്കം, AC മിലനിലെ പൊട്ടിത്തെറി. അവിടെ നിന്നാണ് ഒരു ഇതിഹാസം ജനിച്ചത്. 2002 വേൾഡ് കപ്പ് ചാമ്പ്യൻ, 2007 ബലോൺ ഡിയോർ വിന്നർ, ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻ. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തിഗത പുരസ്കാരം നേടിയ മനുഷ്യൻ അത് കക്കയായിരുന്നു. ഓരോ ഡിഫൻഡറിന്റെയും ഉറക്കം കെടുത്താൻ അത് തന്നെ ധാരാളം. കക്ക എതിരാളികളെ തോൽപ്പിച്ചില്ല, പകരം അവരുടെ ആത്മവിശ്വാസം തകർത്തു. കക്ക ഷൗട്ട് ചെയ്തില്ല, ഷോ ഓഫ് ചെയ്തില്ല, കക്ക സ്റ്റേഡിയം തന്നെ ഭരിച്ചു. കക്ക നമ്മെ പഠിപ്പിച്ചത് ഗ്രേറ്റ്നെസ് ശബ്ദത്തിലല്ല, കൺസിസ്റ്റൻസിയിലും ക്യാരക്ടറിലുമാണ്. പേരിനേക്കാൾ പെരുമാറ്റമാണ് വലുതാകേണ്ടത്. ടാലന്റിനേക്കാൾ ഹ്യൂമിലിറ്റി കൂടുതൽ ദൂരം നമ്മെ കൊണ്ടുപോകും. ഇന്നത്തെ ജനറേഷൻ ഹൈലൈറ്റ്സിൽ മാത്രം കാണും, പക്ഷെ ലൈവായി കക്കയെ കണ്ടവർക്കറിയാം കക്ക ഫുട്ബോൾ കളിച്ചില്ല, കക്ക ഫുട്ബോളിനെ കവിതയാക്കി മാറ്റി. ചരിത്രം ചിലവരെ ചാമ്പ്യൻ എന്ന് വിളിക്കും, ചിലവരെ ലെജൻഡ് എന്ന് വിളിക്കും, പക്ഷെ കക്കയെ ഓർക്കുന്നവർ ഒരു പേര് തന്നെയായിരിക്കും പറയുക, പ്യുവർ ക്ലാസ്. നിങ്ങളുടെ കുട്ടിക്കാലത്ത് കക്കയുടെ പേര് കേൾക്കുമ്പോൾ എന്തായിരുന്നു ഓർമ്മ വരുന്നത്? നിങ്ങൾ കോമന്റിൽ പറയൂ. കൂടെ ഡോക്ടർ സെയിൽസ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.